എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വെണ്ണിക്കുളത്താണ്. വെണ്ണിക്കുളത്ത് ഡയമണ്ട് വില്ലാസിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അകത്തേക്ക് കയറിയാലോ. ബാ, നേരെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു ടി വി യൂണിറ്റാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ എല്ലായിടത്തും കൊടുക്കുന്നത് പോലെ തന്നെ ടി വിയുടെ ബാക്ക് സൈഡിൽ നല്ലൊരു ലൂവർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ സൈഡിൽ നല്ലൊരു ഓപ്പൺ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ മേളിൽ വരുന്ന ഡബിൾ എഡ്ജിലൊക്കെ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റെയറിന്റെ ബോട്ടമാണിത്. ഇവിടെ അറിയാത്ത രീതിയിൽ നമ്മളൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഒരു ആരും അറിയണ്ട, ഒരു ഡോറുള്ള രീതിയിൽ അറിയാത്ത രീതിയിൽ നല്ല ഭംഗിയുള്ള ഒരു ലൂവറൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ DB ബോക്സ് ആണ്. ആ ലൂവറിന്റെ ബാലൻസ് ഫീസ് വെച്ച് ചെയ്തതാണ്. ആ DB ഉണ്ടെന്ന് അറിയിക്കാത്ത രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഭംഗിയുള്ളൊരു പ്രയറിയുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഭംഗിയുള്ളൊരു കിച്ചണിലേക്കാണ്. അത് 2 കളേഴ്സിലാണ് പോയിരിക്കുന്നത്. വുഡ് ഗ്രെയിൻസും ഒരു ബ്ലൂ മെറീനോടെ ലാമിനേറ്റ്സ് ആണിത്. അതിൽ ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ട്രൂപ്പർ എന്ന് പറഞ്ഞ കളറാണ് മെറീനോടെ MR+. അവിടെ നേരെ കയറി വരുമ്പോൾ വുഡ് ഗ്രെയിൻസ് ബ്ലൂ കളർ ട്രൂപ്പറും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ ടോളിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കിച്ചണിലും കൊടുക്കുന്ന പോലെ നല്ല ഭംഗിയുള്ളൊരു പാൻട്രി യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ നല്ല ക്രോക്കറി വയ്ക്കാനായിട്ടുള്ള രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് ഡോർ കൊടുത്ത് ഒരു ബ്ലാക്ക് ഗ്ലാസ്, അലൂമിനിയം ബ്ലാക്ക് ഗ്ലാസ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ നേരെ ഇപ്പുറത്തേതാണെങ്കിലും ഒരു കോർണറിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അടുത്തതാണ് ഓവൻ വെക്കാനായിട്ടുള്ളത്. നമ്മൾ ബിൽറ്റിൻ മൈക്രോവേവിനുള്ള സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത്. ഓൾറെഡി മേഡത്തിന് ഇവിടെ മൈക്രോവേവ് ഉള്ളതുകൊണ്ട് ബിൽറ്റിൻ നമ്മളിപ്പോൾ വെച്ചിട്ടില്ല. ബിൽറ്റിനുള്ള സ്പേസ് ആണ് ഇട്ടിരിക്കുന്നത്. കഴിയുമ്പോൾ ടോളിന്റെ മേളിലൊരു സ്റ്റോറേജ്, അതിന്റെ താഴെയാണ് നമ്മൾ ഒരു 3 വിക്കർ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വിക്കർ ബാസ്ക്കറ്റ് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടില്ല ഇവിടെ എന്നല്ല, നമ്മുടെ ഒരുമാതിരിപ്പെട്ട സൈറ്റുകളിലും വിക്കർ ബാസ്ക്കറ്റ് ഓപ്പൺ ആയിട്ട് കൊടുക്കാറില്ല. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ പാറ്റിയും പല്ലിയും എലിയൊക്കെ കയറി ഇറങ്ങുന്ന. അപ്പൊ വിക്കർ ബാസ്ക്കറ്റ് തുറന്നിരിക്കുമ്പോൾ ഈ പറയുന്ന സവാളയിൽ ഇതിലൊക്കെ വന്നിട്ട് എലിയൊക്കെ കടിച്ചിട്ട് പോയാൽ ആരും അറിയാൻ പോകുന്നില്ല. പകരം നമ്മൾ ഇതുപോലെ ഗ്രില്ല് കൊടുത്തിട്ടാണ് വിക്കർ ബാസ്ക്കറ്റ് ആണെങ്കിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന എലിയോ അതുപോലുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് കയറൂല. ഫ്രിഡ്ജാണ്. ഫ്രിഡ്ജ് ബിൽറ്റിനായിട്ട് തോന്നിക്കാൻ വേണ്ടി ഇവിടെ നമ്മളൊരു ക്യാബിനറ്റ് പോലെ കൊടുത്തിട്ടുമുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് നമുക്ക് വേക്കൻ്റ് ആയിട്ട് വന്നിരുന്നു. അപ്പൊ അവിടെ നമ്മളൊരു ഭംഗിയിലുള്ളൊരു ചെറിയൊരു നാരോ ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ആ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഭംഗി ഫീൽ ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ നമ്മുടെ മേളിൽ ഫുള്ള് നമ്മൾ ലോഫ്റ്റ്, നല്ല ഭംഗിയിലുള്ളൊരു ലോഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ സിങ്ക് ഏരിയ എന്ന് പറയുന്നത്. കിച്ചണിന്റെ L ഷേപ്പ് സ്ലാബിന്റെ സിങ്ക് ഏരിയ. ഇവിടെ നല്ല ഭംഗിയിലൊക്കെയാണ് മേഡം സ്പൈസസും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ GTPT ആണ്. പ്ലേറ്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ദെൻ അടുത്തത് വരുന്നത് നോർമൽ ക്യാബിനറ്റ്സ് ആണ്. അതിന്റെ സെന്ററിലൊരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വരുന്നത് വലിയ 2 ഡ്രോവേഴ്സ് ആണ്. ഈ ഡ്രോവേഴ്സിന്റെ നല്ല ഹൈറ്റ് കൂടുതലുള്ള ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈറ്റ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. 2 ഡ്രോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പാൻ പുൾ ഔട്ടാണ്, അതായത് പാൻ ഐറ്റംസ് വെക്കാനായിട്ടുള്ള രീതിയിലുള്ള ഒരു പുൾ ഔട്ടാണ്. അതിനുശേഷം 3 സ്റ്റൗവിന്റെ താഴെ 3 ഡ്രോവേഴ്സ്. നമ്മൾ സ്റ്റൗവിന്റെ ഇവിടെ തന്നെ ആയിട്ട് 2 ക്യാബിനറ്റ്സും കൂടി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡ്രോവേഴ്സിലാണെങ്കിലും ഫസ്റ്റ് ഡ്രോവേഴ്സിൽ കട്ട്ലറി ആണ്. ഇപ്പൊ നമ്മൾ കട്ട്ലറി ചെയ്യുമ്പോൾ ഒരിക്കലും ചെറിയ കട്ട്ലറി ആയിട്ട് ചെയ്യരുത്. വലിയ കട്ട്ലറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ കൊള്ളിക്കാൻ പറ്റും. അതിനുശേഷം 2 പ്ലെയിൻ ഡ്രോവേഴ്സ് ആണ്. കണ്ടു, ഇതിൽ തന്നെ പാൻ ഐറ്റംസ് ആണ് മേഡം വെച്ചിരിക്കുന്നത്. റാൻഡം ബോക്സ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓയിൽ പുൾ ഔട്ട്, ഫെറ്റിഷിന്റെ ആക്സസറീസ് ആണ് നമ്മൾ മുഴുവൻ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. ദെൻ ഒരു കോർണർ ക്യാബിൻസ് ആണ്.
ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ പ്യൂരിഫയർ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇവിടെ ബോട്ടത്തിലാണ് പ്യൂരിഫയർ വരിക്കുന്നത്, അണ്ടർ പ്യൂരിഫയർ ആണ്. ഈ വാൽവ് തുറക്കുമ്പോൾ വെള്ളം വരുന്ന രീതിയിൽ. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്ലേറ്റ് ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലെയിൻ ബാസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. മൾട്ടിപർപ്പസ് ബാസ്ക്കറ്റ് ആണ്. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഭംഗിയിലുള്ള രണ്ട് ട്രോളി യൂണിറ്റ്. അത്യാവശ്യം കുറേ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ലോഫ്റ്റ് കൊടുത്തിട്ടില്ല. അതടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രൂംസും അതുപോലെയുള്ള സാധനങ്ങൾ വെക്കുകയും ചെയ്യാം. ഇതെല്ലാം അഡ്ജസ്റ്റബിൾ പാർട്ടീഷൻ ആണ്. ഇത് മാറ്റിയിട്ട് ബ്രൂംസ് വെക്കാനായിട്ടുള്ള രീതിയിൽ അതും എങ്ങനെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കോർണറിലാണെങ്കിലും ഇങ്ങനെ ഒരു ക്യാബിനറ്റ്, ഇതൊരു കോർണർ ഷട്ടേഴ്സ്. അതുപോലെ തന്നെ ഇതിനെല്ലാത്തിനും നമ്മൾ ഇത് ഹാൻഡിൽസ് കൊടുത്തിട്ടില്ല. ഡോർസ് എല്ലാം താഴത്തോട്ട് ഇറക്കിയാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തിൽ മാത്രമാണ് ജി പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നാളെ ഒരു കാലത്ത് ഡിഷ് വാഷർ വെക്കാനായിട്ടുള്ള പ്രൊവിഷൻ ആണ്. ഇപ്പൊ ഡോർ തൽക്കാലം കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് മാറ്റാവുന്ന രീതിയിലാണ്. ഇതെല്ലാം നോർമൽ ക്യാബിനറ്റ്സ് ആണ്. പിന്നെ ഇവിടെയും നമ്മൾ വർക്ക് ഏരിയയിലാണ് കൂടുതലും പാത്രം കഴുകുന്ന പരിപാടി അതുപോലുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഒരു GTPT പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഇവിടെ ഒരു വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ലിഡുള്ള ഒരു വേസ്റ്റ് ബിൻ ആണ്. ഇൻസൈഡ് ബക്കറ്റ് ഉള്ള ടൈപ്പ്. ഇത്രയാണ് നമ്മുടെ കിച്ചണയും വർക്ക് ഏരിയയും ഉള്ള വിശേഷങ്ങൾ. അടുത്ത് നമ്മൾ നമ്മുടെ വാഷ് കൗണ്ടർ ഏരിയ നോക്കാം. കോമൺ വാഷ് ഏരിയ ആണ്. ഇവിടെ നല്ല ഭംഗിയിൽ കോട്ടിയടക്ക് കൊടുത്ത് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ കിച്ചണിലാണെങ്കിലും ഈ വാഷ് ബേസിൻ ഏരിയയിലാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ മൊറോക്കൻ ടൈൽസ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ഇവിടുത്തെ മേഡത്തിന്റെ ഐഡിയയിലാണ്. ഫുൾ കാര്യങ്ങളും മേഡത്തിന് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിലാണ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പൊ മേഡത്തിന്റെ ഐഡിയയിലാണ് ഇവിടെ A to Z സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി റൂമിന്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ വർക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.